exercise 7 ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. The weekly wages of 1000 workmen are normally distributed around mean of ₹70 with a standard deviation 5. Estimate the number of workers whose weekly wages will be between 70 to 72, between 69 and 72, more than 75 and less than 63. ഇതിൽ ആഴ്ചയിലത്തെ വേജസിനെ പറ്റിയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതാണ് തന്നേക്കുന്നത്. അതും 1000 വർക്ക്മാൻ്റെ ആണ് തന്നേക്കുന്നത്. മീൻ 70ഉം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 5ഉം തന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞേക്കുന്നത് എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ്, അതായത് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ എസ്റ്റിമേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഹൂസ് വേജസ് ബിറ്റ്വീൻ, അതായത് 70ഉം 72ഉം രൂപയ്ക്ക് ഇടയിൽ കിട്ടുന്ന വേജസ് എത്ര ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ 69ഉം 72ഉം റുപ്പീസിൻ്റെ ഇടയിൽ കിട്ടുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, 75നും മുകളിൽ വേജസ് കിട്ടുന്ന എത്ര പേരുണ്ട്, അതുപോലെ തന്നെ 63ന് താഴെ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞവർ നമുക്ക് എസ്റ്റിമേഷൻ കണ്ടുപിടിക്കണം, അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് ഓൾസോ എസ്റ്റിമേറ്റ് ദ ലോവസ്റ്റ് വേജസ് ഓഫ് 100 ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സ്, അതായത് ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് വേജ് എത്രയാണ്, അതായത് 100 ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലോവസ്റ്റ് വേജ് എത്രയാ എന്നുള്ളത് കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഇതിൽ പറഞ്ഞേക്കുന്നത് ആദ്യം തന്നെ മീനാണ് തന്നേക്കുന്നത് 70. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ബിറ്റ്വീൻ 70 ആൻഡ് 72, അതായത് എക്സ് വാല്യൂ ആണ് തന്നേക്കുന്നത്. നോക്കാം, എക്സ് 70 ആവുമ്പോൾ സെഡ് വാല്യൂ എത്ര വരും, എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് എത്രയാണ് 70 മൈനസ് മ്യൂ, മീൻ എത്രയാണ് 70 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്ര വരാം, 70 മൈനസ് 70 0 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 0. അടുത്തത് എക്സിൻ്റെ വാല്യൂ 72 ആവുമ്പോൾ എത്രയാ, z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 72 minus 70 divided by 5, 2 by 5 equal to 0.4 എന്നാണ് വരാം. ഓക്കെ, നമുക്കിനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം, അതായത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഗ്രാഫ് വരയ്ക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കാണ്. ഇവിടെ 0 എഴുതി. ഇത് ഇവിടുത്തെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 0.4 ആണ്. അത് ഒരു ഇവിടെയായിട്ട് വരും, 0.4 ആയിട്ട് വരും. ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്രാഫിങ്ങിനായിട്ടാണ് വരാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഏരിയയിൽ എത്ര പേരാണ് പെടണേ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഷെയ്ഡഡ് ഏരിയ 0 to 0.4 എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. പി ഓഫ് 70 ലെസ് ദാൻ z ലെസ് ദാൻ 72, അതായത് ബിറ്റ്വീൻ 70 ആൻഡ് 72 എന്ന് പറയുന്നത് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.4 ഇതിൻ്റെ ഒരു ഇടയിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇനി നമുക്ക് നോക്കേണ്ടത് 0ൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് നോക്കണം. 0.4ൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടണ വാല്യൂ എന്ന് പറയുന്നത് 0.1554 എന്നാണ്. കാരണം നമ്മളിവിടെ ഈ 0.4 മാത്രം എടുക്കാൻ കാരണം എന്താ, ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ 0.4ൻ്റെ മാത്രം എടുത്തത്. സോ നമുക്ക് ഏരിയ കിട്ടി. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 0.1554 എന്നാണ്. ഓക്കെ, ഇത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം, അതായത് ഇത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ല, ഈ ഒരു ഏരിയയിലാണ് കിട്ടിക്കുന്നത്. അതായത് ബിറ്റ്വീൻ 70 ആൻഡ് 72 ഇത്ര ആൾക്കാരാണ് ഉള്ളത് വേജസ് കിട്ടണത്. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്
വീക്ക്ലി വേജസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓഫ് 1000 മെൻസ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കണത് അതേ ഇൻറ്റു 1000 എന്ന് ചെയ്യണം. ദാറ്റ് മീൻസ് 0.1554 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 155.4. ദാറ്റ് ഈസ് ഈക്വൽ ടു 155 എന്നാണ്. അതായത് 1000 ആൾക്കാരിൽ 155 ആൾക്കാർക്കാണ് ബിറ്റ്വീൻ 70 ആൻഡ് 72ൻ്റെ ഇടയിൽ കിട്ടുന്ന സാലറി. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയണത് ബിറ്റ്വീൻ 69 ആൻഡ് 72. ഓക്കെ, ബിറ്റ്വീൻ 69 ആൻഡ് 72 അതിൻ്റെ തന്നെ അതായത് എക്സ് 69 ആവുമ്പോൾ സെഡ് വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എക്സ് 72 ആവുമ്പോൾ സെഡ് വാല്യൂ എത്ര. അപ്പോൾ നോക്കാം, എക്സ് 69 ആവുമ്പോൾ സെഡ് വാല്യൂ എത്ര? എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് എന്ന് പറയുന്നത് 69 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 70 ആണ്, ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് മൈനസ് 1 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് മൈനസ് 0.2 എന്ന് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് 72 ആവുമ്പോൾ സെഡ് വാല്യൂ എത്ര? എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് 72 മൈനസ് 70 ഡിവൈഡഡ് ബൈ 5. 2/5 എന്ന് പറയുന്നത് 0.4 ആണ്. സെഡ് വാല്യൂ നമുക്ക് കിട്ടി 0.2ഉം 0.4 ആണ്. നമുക്ക് ഇതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൽ 0 ആണ് ഇവിടെ വന്നത്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇതിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0.2, ഒരെണ്ണം പോസിറ്റീവ് ആണ് 0.4. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയുടെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് പി ഓഫ് 69 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 70 എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഓഫ് മൈനസ് 0.2 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.4 എന്ന് ആണ്. അതിന് നമുക്ക് ഓരോത്തിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നോക്കാം. പി ഓഫ് മൈനസ് 0.2 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0. ഇങ്ങനെ എഴുതാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ ആണ്, അതായത് ഏരിയ കണ്ടുപിടിക്കണം. ഇങ്ങനെ എഴുതാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് 0.2 തുടങ്ങിയിട്ട് 0യുടെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത്. അപ്പം നമുക്ക് 0.2ൻ്റെ നമുക്ക് ടേബിൾ വാല്യൂ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് നോർമൽ കറണ്ട് ഡീവിയേഷൻ ഇതിൽ പോയിട്ട് ഏരിയ നോക്കി 0.2ൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ കിട്ടുന്നത് 0.0793 എന്ന് ആണ്. ഇനി അടുത്തത് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.4 ഇതിൻ്റെ ഏരിയ. ദാറ്റ് മീൻസ് 0 തുടങ്ങിയിട്ട് 0.4 വരെ ഏരിയ ഉള്ളതിൻ്റെ ടേബിൾ വാല്യൂ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം. അതിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 0.1554 ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഏരിയ കിട്ടി. ഇനി നോക്കാം, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൽ അപ്പുറത്തും ഇപ്പുറത്തുമാണ്, അതായത് 0ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചേക്കണ രണ്ട് ഏരിയനെ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 0.0793 പ്ലസ് 0.1554 ഗിവ്സ് 0.2347 ആണ്. ഓക്കെ, നമ്മൾ വീക്ക്ലി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് അതേ ഇൻറ്റു 1000 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 234.7 or 235 ആണ്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് 1000 235 നമ്പർ ഓഫ് വർക്കേഴ്സ് ഗെറ്റ് സാലറി ബിറ്റ്വീൻ 69 ആൻഡ് 72 എന്നാണ്. ഇനി തേർഡ് വൺ എന്ന് പറയണത് മോർ ദാൻ 75 എന്നാണ്. അതായത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 75 ആവുമ്പോൾ, ഇങ്ങനെയാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 75 എന്ന് പറയണത് നമുക്ക് നോക്കാം. അതായത് എക്സ് 75 ആവുമ്പോൾ സെഡിൻ്റെ വാല്യൂ എത്ര വരും? എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് 75 മൈനസ് 70 ഡിവൈഡ് ബൈ 5. ദാറ്റ് ഗിവ്സ് 5/5 എന്ന് പറയുന്നത് 1 ആണ്.
ഓക്കെ, ഇത് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരയ്ക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരച്ചു, 0 വരച്ചു. അതായത് നമുക്ക് 1 ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, അതായത് ഈ ഒരു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് എക്സ് 75-നേക്കാളും ഗ്രേറ്റർ ആവുമ്പോൾ, ദാറ്റ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1ൻ്റെ നമുക്ക് ടേബിൾ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 1ൻ്റെ ടേബിൾ എത്രയാണ്? 0.3413. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് നമുക്ക് തന്നേക്കുന്നത്. 0.3413. മോർ ദാൻ 75 ഓർ ലെസ് ദാൻ 75 ആവണമെങ്കിൽ നമുക്ക് അത് മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അതായത് 0.5000 നിന്ന് നമുക്ക് മൈനസ് 0.3413 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.15887 എന്നാണ്. അതായത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാം, സെഡിൻ്റെ വാല്യൂ, ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ഈ 0.5 നിന്ന് നമുക്ക് ഈ ഒരു ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ വാല്യൂ കിട്ടും. അതാണ് ഈ 0.1587 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ കിട്ടി. ഇതേ ഇൻറ്റു നമുക്ക് 1000 എന്ന് ചെയ്യാം. അത് കിട്ടുന്നത് 158.7 ഓർ 159 എന്നാണ്. അങ്ങനെ തന്നെ ഇനി അടുത്തത് ചെയ്യേണ്ടത് ലെസ് ദാൻ 63 ആവുമ്പോൾ, ലെസ് ദാൻ 63, അതായത് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 63 ആണെങ്കിൽ, ഓക്കെ, നമുക്ക് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 63 ആണെങ്കിൽ സെഡ് വാല്യൂ എത്ര? സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് 63 മൈനസ് 70 ഡിവൈഡഡ് ബൈ 5, -7 ഡിവൈഡഡ് ബൈ 5. അതെന്ന് പറയണത് -1.4 എന്നാണ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ നമുക്ക് കർവ് വരയ്ക്കാം. അത് എന്ന് പറയുന്നത് 0 ആണ്, നെഗറ്റീവ് ഇവിടെയാണ് വരുന്നത്, -1.4. അതായത് സെഡ് ലെസ് ദാൻ -1.4 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇതിൻ്റെ ടേബിൾ വാല്യൂ 1.4ൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 0.5 മൈനസ് 1.4ൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.4912 എന്നാണ്. 0.5ൽ നിന്ന് 0.49 മൈനസ് ചെയ്യുമ്പോൾ 0.0808 ആണ് വരുന്നത്. അതേ ഇൻറ്റു നമുക്ക് 1000 ചെയ്യാം. എത്രയാണ് കിട്ടുന്നത്? 80.8. ദാറ്റ് മീൻസ് 81 ആണ്. അതായത് 81 വർക്ക്മാൻ ഉള്ള ആൾക്കാർ, 81 ആൾക്കാർക്കാണ് 63 രൂപേനേക്കാളും കുറവ് ശമ്പളം കിട്ടണത്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾസോ എസ്റ്റിമേറ്റ് ദ ലോവസ്റ്റ് വേജസ് ഓഫ് 100 ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സ്. അതായത് ഹയസ്റ്റ് 100 പെയ്ഡ് വർക്കേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് വേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിനിമം വേജ്, ദാറ്റ് മീൻസ് എക്സ് കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഏരിയ തന്നിരിക്കുമ്പോൾ സെഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം, അത് വച്ചിട്ട് എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 1000 വർക്ക്മാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1000 വർക്ക്മാൻ ആണുള്ളത്. ഇവിടെ എത്ര ആൾക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത്? 100 ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സിലാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രപ്പോർഷൻ നമുക്ക് കാണാം. പ്രപ്പോർഷൻ എന്ന് പറയണത് 100 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഈസ് 0.1 എന്നാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഗ്രാഫിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. 0 ലൊക്കേറ്റ് ചെയ്തു. 0.1 ആണ്, ദാറ്റ് മീൻസ് പോസിറ്റീവ് ആണ്. ഓക്കെ, അതായത് 0.1 എന്ന് നമ്മൾ ഇവിടെയാണ് പ്ലോട്ട് ചെയ്യണത്. കാരണം ഇതൊരു ഏരിയയുടെ ബേസിസിലാണ് തന്നിരിക്കുന്നത്. അതായത്
ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് ഹയസ്റ്റ് 100 പെയ്ഡ് വർക്കേഴ്സാണ്. അപ്പോൾ അവർ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് അത് മൊത്തം വരുന്നത്. ഈ ഒരു ലൈനെ നമ്മൾ എ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ സെഡിൻ്റെ വാല്യൂ തന്നിട്ടില്ല. സെഡ് വാല്യൂ നമ്മൾ എ ആയിട്ടാണ് എടുത്തേക്കണത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 0.5 നിന്ന് നമുക്ക് ഏരിയ ആണ് 0.1 മൈനസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.40 എന്നാണ് നമുക്ക് ഏരിയ കിട്ടുക. ഈ 0.0ൻ്റെ ടേബിളിൽ ചെന്നിട്ട് ഈ ഏരിയയുടെ സെഡ് വാല്യൂ കണ്ടുപിടിക്കാം. 0.40ൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സെഡ് വാല്യൂ എന്ന് പറയണത് 0.128 എന്നാണ് വരാം. നിങ്ങൾ ടേബിളിൽ നോക്കിയാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് വരാം. അതായത് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് 0.1 എന്നാണ്. അതായത് സെഡ് വാല്യൂ എനേക്കാളും വലുതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് 100 ഹയർ സ്പീഡ് വർക്കേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ഏരിയയിലാണ് വരാം. അതിൽ നിന്ന് നമുക്ക് സെഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മിനിമം എത്രയാണ് ലോവസ്റ്റ് വേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് മൊത്തത്തിലുള്ള ഭാഗത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ഏരിയ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 0.5 നിന്ന് നമ്മൾ 0.1 മൈനസ് ചെയ്തിട്ട് 0.40 ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ നമുക്കാണ് സെഡ് വാല്യൂ കിട്ടിയത്. അതായത് ദാറ്റ് മീൻസ് 1.28 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിനിമം അല്ലെങ്കിൽ ലോവസ്റ്റ് വേജ് ആണ്. ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെഡ് വാല്യൂ തന്നിട്ടുണ്ട് 1.28. എക്സ് തന്നിട്ടില്ല, എക്സ് കണ്ടുപിടിക്കണം. മൈനസ് മ്യൂ എന്ന് പറയുന്നത് 70 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 1.28 into 5 equal to x minus 70. Okay, so 1.28 into 5 എന്ന് പറയുന്നത് 6.4 ആണ്, equal to x minus 70. ഓക്കെ, ഇനി എക്സിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഇപ്പുറത്ത് എഴുതിയിട്ട് 70 ഇതെന്താവും? +6.4 ആവും. ഓറൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. അതായത് 6.4 ആണ്, -70 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +70 ആവും, ഈക്വൽ ടു എക്സ് ആണ്. സോ 6.4 + 70 എന്ന് പറയുന്നത് 76.4 ഈക്വൽ ടു എക്സ് ആണ്. ഇതാണ് നമുക്ക് വാല്യൂ കിട്ടിയത്. അതായത് 100 ഹയർ സ്പീഡ് വർക്കേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വേജ് എന്ന് പറയണത് 76.40 എന്നാണ്.